മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ള ഗസ ഐക്യദാർഢ്യ സമ്മേളനം നാളെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നാളെ 3 മണിക്ക് ആരംഭിക്കുകയാണ്. ലോകം മുഴുവനും ഏറെ ഉത്കണ്ഠയോടെയാണല്ലോ ഗസ സംഭവങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 ഒക്ടോബറിലാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ഗസയിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയ്ക്ക് വെടിനിർത്തൽ വന്നു. ഒക്കെ പ്രഹസനമായിരുന്നു, നാടകമായിരുന്നു. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. പല രാജ്യങ്ങളും അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞ 1-2 മാസക്കാലമായി ഗസയിലെ അവരുടെ അതിക്രമങ്ങൾ കൂട്ടിയിരിക്കുന്നു. നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ച ഇപ്പം നമുക്കവിടെ കാണാൻ പറ്റുന്നു. അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഭക്ഷണത്തിന് പോലും ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ വെടിവെക്കുകയാണ്. ബഹളം വെച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതെല്ലാം നിലയ്ക്ക് ശരിക്കും ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കുന്ന ഒരു വംശഹത്യയാണ്, ജനസൈഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കേരളം എന്നും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം. മലയാള മനസ്സ് അങ്ങനെയാണ്. അക്രമകാരികളോട് നീതി കാണിക്കുന്ന മനസ്സല്ല കേരളത്തിലുള്ളത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം എപ്പോഴും നടക്കുന്ന കേരളം. അതുകൊണ്ട് തന്നെ ഈ ഗസയിലെ ഏറ്റവും ഒടുവിലായി നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യക്കെതിരെയും ഞങ്ങൾ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. അതിനുള്ള ഐക്യദാർഢ്യ സമ്മേളനമാണ് നാളെ എറണാകുളത്ത് നടക്കുന്നത്. വമ്പിച്ച വിജയമാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പൊളിറ്റിക്സ് എന്നാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം പരാജയമാണെന്നുള്ളത് UDF വ്യാപകമായി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതിനിടയിലും NSS ഓപ്പണായിട്ട് LDFനും സർക്കാരും ഒക്കെ പിന്തുണ വയ്ക്കാതിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അത് അവർ LDFിൻ്റെ ഒരു നേട്ടമായി മാറില്ലേ? അല്ല, അത് രാഷ്ട്രീയ നേട്ടത്തിനല്ല എന്നല്ലേ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള ജനസംശയം ശക്തമാണ്. അതാണ് സംഗമത്തിൽ അധികം പ്രാതിനിധ്യമില്ലാതെ പോയത്. ഇതൊക്കെ ആളുകൾക്കറിയാം. എത്രയോ കാലമായി ഈ കേരളത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു പവിത്രമായ കാര്യമായി കരുതുന്ന വിശ്വാസികൾ ഉണ്ട്. അവർക്കെല്ലാ സഹായം ചെയ്ത് നാനാ ജാതി മതസ്ഥരുണ്ട്. ആചാരം തെറ്റിക്കരുത് എന്ന് പറയുന്ന പല സംഘടനകളുണ്ട്. അതൊക്കെ അവിടെ നടക്കുകയാണ്. പക്ഷേ ആരും രാഷ്ട്രീയ മുതലെടുപ്പിന് അതിനെ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. അത് തിരിച്ച് അങ്ങോട്ടായാലും തിരിച്ച് ഇങ്ങോട്ടായാലും ഒക്കെ അത് മോശമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷൻ, നടത്തിയവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടോ എന്നറിയില്ല. ഒഴിഞ്ഞ കസാല അവർ ഞെട്ടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ന്യൂനപക്ഷ ഭൂരിപക്ഷ കാർഡ് കാണിച്ച് ഓരോ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം. അവരതിനെതിരായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അല്ല, അതിൻ്റെ കാര്യമില്ല. അത് അവരുടേതായ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവരതിനെ കണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത്. അതിനൊന്നും കാര്യമില്ല. കാരണം അവരൊരു പ്രിൻസിപ്പിൾ, ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്. അതിലാരെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിൽ പ്രസക്തമായത്. നമ്മൾ ഇപ്പം ഗാസ റാലിയെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു. അവിടെ എല്ലാ മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ ആചാര്യന്മാർ, ന്യൂനപക്ഷ പണ്ഡിതന്മാർ, ആളുകൾ, പലസ്തീൻ അംബാസഡർ, അങ്ങനെ ശ്രദ്ധേയമായ ഒരു വലിയ ജനമുന്നേറ്റമാണ് ഗാസക്ക് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദമാണ് നാളെ എറണാകുളത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നോൺ ഇഷ്യൂസിൻ്റെ പിറകെ പോവുകയല്ല ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.